ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജുമാ മുബാറക്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഊട്ടി വ്ളോഗൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര നാളും എറണാകുളം, തൃശ്ശൂർ, ഊട്ടി അവിടെയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ തിരിച്ച് നമ്മൾ ബാക്ക് ടു ഹോം, നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ്. അതിൻ്റെ വ്ളോഗായിരിക്കും നിങ്ങൾ കാണുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വെക്കേഷൻ ഡേ ആണ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ വെക്കേഷൻ ഡേ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ തിരിച്ച് സൗദിയിലോട്ട് പോകുന്നതായിരിക്കും. സൗദിയിൽ ചെന്നതിന് ശേഷമുള്ള വ്ളോഗായിരിക്കും നിങ്ങളെല്ലാം കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ലാസ്റ്റ് ഡേ ആണ്. ആ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ പോകുന്ന ട്രാവൽ വീഡിയോ ടു വർക്കല. പിന്നെ നമ്മുടെ കുറച്ച് വണ്ടിയിലുള്ള സംഭവങ്ങളും ചാറ്റ്സ്, കുറച്ച് സംസാരം കൂടുതൽ കാര്യം എന്ന് പറഞ്ഞ പോലെ അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ എറണാകുളം ടു ട്രിവാൻഡ്രം ഉള്ള വീഡിയോസാണ് ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ തൃപ്പുണിത്തുറയിൽ നിന്ന് ഇനിയുണ്ട് 4 hours ട്രാവൽ. അപ്പോൾ അതിനുശേഷം നമ്മളെ വീട്ടിലെത്തിയിട്ട് വീട്ടുകാരെല്ലാവരും കണ്ടിട്ട് പിന്നെ പരിപാടികളൊന്നുമില്ല. നമ്മൾ തിരിച്ച് നാളെ പോകുന്നതിൻ്റെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ഫാമിലിയുടെ വീട്ടിൽ പോകണം. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല എൻ്റെ ഫാമിലിയുടെ വീട്ടിൽ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം. അതിൻ്റെയൊക്കെയാണ് കുറച്ച് വീഡിയോസ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ എന്താണ് ഇപ്പോഴും ഈ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം. ഞാൻ കുറേ നാൾ മുമ്പ് ഇങ്ങനെ എല്ലായിടത്തും പറയും, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു യൂട്യൂബ് ഓൾറെഡി ചാനൽ എനിക്കുണ്ട്. ഒരു 15 വർഷം മുമ്പുള്ളൊരു ചാനലാണത്. അപ്പോൾ അതിൽ നമ്മൾ പണ്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജ് പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ ആ ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാനൽ ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ചെറിയ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് തൊട്ടേ തീരുമാനിച്ചതാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു യൂട്യൂബ്, അതായത് ഫുൾ ടൈം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ വൈഫൊക്കെ ആയിട്ട് ഒരുമിച്ചൊരു ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ വെക്കേഷൻ ടൈമായി. അപ്പോൾ വെക്കേഷൻ വരുന്ന ദിവസം തന്നെ അന്നോട്ട് തന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ അതെല്ലാവരും കണ്ടു. ഓക്കെ. അപ്പോൾ ഞാനൊരു ഇൻട്രോവേർട്ട് പേഴ്സണാണ്. ഡയറക്റ്റ് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റൊക്കെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കുന്നതിനോട് എല്ലാവരും ചോദിക്കുന്നു ഇൻട്രോവേർട്ട് ആണല്ലോ, അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഫാമിലിയെ മീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഷൈ ടൈപ്പാണ്. കാരണം എനിക്ക് ഒരു സർക്കിളുണ്ട്. ആ സർക്കിളുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഭയങ്കര ഫ്രീ ആണ്. എനിക്ക് മനസ്സിലായി, എന്നെ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് മുമ്പിൽ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്ത ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ആദ്യം പോയി നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം. ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാണ്. പിന്നെ സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കും. അത് എല്ലാവരെയും പോലെ നമ്മൾ എക്സ്ട്രോവേർട്ട് ആവേണ്ട സ്ഥലത്ത് നമ്മളാവും. അല്ല എപ്പോഴും ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കില്ല. അതാണ് ചാനലിലത്തെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം. പിന്നെ കുറച്ച് പേര് കാണുന്നുണ്ട്. എല്ലാവരും കാണുന്നവർ പറയാം ഇത് ഡെയിലി ഇടണം, നമുക്ക് കാണാൻ ഭയങ്കര താല്പര്യമുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നൊക്കെ ഒരുപാട് പേര്. മക്കിയുടെ ഫാമിലീസ് ആണെങ്കിലും എല്ലാവരും പറയുമല്ലേ മക്കി? അതെ. അപ്പോൾ നമുക്കിനി ഡെയിലി ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി എന്തായാലും ഡെയിലി ഉണ്ടാവില്ല, വീക്ക്ലി ഉണ്ടാകും. ഇൻഷാല്ലാ വീക്ക്ലി വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ ഈ വെക്കേഷൻ ടൈമിൽ എൻ്റെ കല്യാണമുള്ള പ്രിപ്പറേഷനും പിന്നെ ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ് എന്നൊക്കെ കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെയും റിസപ്ഷൻ്റെയും ഫുൾ പരിപാടീസ് നമ്മൾ എല്ലാവർക്കും കാണിച്ചത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ ഇത്രയും ഏജായിട്ട് എന്തുകൊണ്ട് മാരേജ് ചെയ്തില്ല, മാരേജ് ഡിലേ. അപ്പോൾ എല്ലാവരും ചോദിക്കും മാരേജ് എന്നാ കല്യാണം കഴിക്കുന്നില്ലേ. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഫാമിലിയുടെ അടുത്ത് എല്ലാവരും ചോദിക്കും എന്താവും കല്യാണം കഴിക്കാത്ത, എന്താ ഇത്ര ഡിലേ.
അപ്പോൾ അതിനുള്ള എല്ലാവർക്കും ഒരു മറുപടി ആയിട്ട് ഓക്കെ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഓക്കെ അക്സെപ്റ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞു, അൽഹംദുലില്ലാ നമ്മൾ നല്ല രീതിയിൽ പോകുന്നു. ഇനിയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടട്ടെ, ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലേ ഓക്കെ? അതെ, അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ വീക്ക്ലി ആണ് നമ്മുടെ വ്ളോഗ് വരുന്നത്, വീഡിയോസ് വരുന്നത്. അപ്പോൾ ഡെയിലി എന്തായാലും ഉണ്ടാവില്ല. നമുക്ക് നാട്ടിലാണ് ഡെയിലി കണ്ടന്റ് വരുന്നത്. നാട്ടിൽ എവിടെ പോകുന്നു, നമുക്ക് എവിടെയും പോവാം. പക്ഷേ അവിടെ ആകുമ്പോൾ നമ്മൾ ബാക്ക് ടു വർക്ക്. അപ്പോൾ ഓഫീസ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, ബിസി ആയിരിക്കും, ബിസി സ്കെഡ്യൂളാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡെയിലി വ്ളോഗ് ഉണ്ടാവാൻ പറ്റത്തില്ല, ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും വീക്ക്ലി ആയിരിക്കും മാക്സിമം ട്രൈ ചെയ്യും. വീക്ക്ലി നമുക്ക് ഔട്ടിങ്ങിന് പോകുന്നതും വീക്കെൻഡിൽ പുറത്ത് പോകുന്നതുമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. പിന്നെ മക്കി വന്നതിന് ശേഷം പിന്നെ ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ മക്കിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വെറും യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ജസ്റ്റ് ഫോർ പാഷൻ. പക്ഷേ ഇതൊരു പാഷനായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു, അത്രേ ഉള്ളൂ. ഇഷ്ടമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ഐ വിൽ സപ്പോർട്ട്. അതെ, നമ്മൾ അതിന്റെ രീതിയിലുള്ള വീഡിയോസ് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഓഫ് കോഴ്സ് ഒരു എന്റർടൈൻമെന്റ്. അതെ. നമ്മളെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ബിസി ലൈഫ് എന്ന് ഒരു എന്താ പറയാ. അതെ, നമ്മൾ സാധാരണ വെക്കേഷൻ വരുമ്പോൾ എപ്പോഴും വേറൊരു മൈൻഡ് ആയിരിക്കും. നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, എന്ത് ചെയ്യും. പക്ഷെ ഇത്തവണ വെക്കേഷൻ വന്നപ്പോൾ ഫുൾ ടൈം ബിസി ആയിരുന്നു. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി. പിന്നെ മാരേജിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കുറേ ബാക്ക് ആൻഡ് ഓടി. പിന്നെ ബാക്ക് ആൻഡ് ഫോർത്ത് മാരേജും റിസപ്ഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഈ 30 ദിവസം ഒരു മാസം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല സത്യത്തിൽ. ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത നാട്ടിൽ വരവിന് കുറച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് വേറെ എവിടെയെങ്കിലും വലിയ ട്രിപ്പൊക്കെ ചെയ്യണം, അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഫാമിലീസിനെ ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല. എന്റെ ഫാമിലീസിനാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ കണ്ടതും മീറ്റ് ചെയ്തതൊക്കെ. അവിടെ അങ്ങനെ ഉമ്മാന്റെ ഫാമിലിയിലോ എവിടെയും പോയിട്ടില്ല. അതെ, ഞാക്കൊരു ഒറ്റ ദിവസമേ ഉള്ളൂ ഇന്ന് മാത്രം, അല്ലേ? നാളെയാണ് റിട്ടേൺ ഫ്ലൈറ്റ്. സോ ഇന്ന് മാക്സിമം കവർ ചെയ്യാൻ കുറച്ച് നാൾ കൂടി നീട്ടാനുള്ള പ്ലാൻ ഇല്ല. നാളെ തന്നെ പോവാന്ന് വിചാരിക്കുന്നു. അവിടെ ചെന്നിട്ട് വേണം മക്കിയുടെ വിസയ്ക്ക് ഇനി അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് വേണം മക്കിയെ അങ്ങോട്ട് കൊണ്ടുവരാൻ, അല്ലേ? അതിനു മുമ്പ് കുറച്ച് നാൾ മക്കി നാട്ടിൽ നിൽക്കട്ടെ എന്ന് പറയണ്ടേ. ആക്ച്വലി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ട്രാവലിംഗ് വീഡിയോ ആണല്ലോ, നമ്മൾ ഫുൾ കാറിലാണല്ലോ ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെ അല്ലേ ബേബി? അതിനെന്താ പറയാനുള്ളത്? അതെ, കാരണം നമ്മളിപ്പോൾ മാരേജിനാണെങ്കിലും ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് ആണെങ്കിലും നമ്മൾ ഫുള്ള് ട്രാവലാണ് ചെയ്യുന്നത്. നമ്മൾ മാരേജിന് വേണ്ടി ഇത് ഒരു സ്ഥലത്തല്ല, ഇതിപ്പോൾ 2 ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രിവാൻഡ്രം, ഒന്ന് എറണാകുളം. അപ്പോൾ ഒരു 4.5 hours ജേർണി ഉണ്ട്. അപ്പോൾ അത്രയും ടൈം നമ്മൾ ഈ കാറിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാറിൽ കൂടുതലും വീഡിയോസ്. ഈ ടൈം നമ്മൾ മൊത്തം സ്പെൻഡ് ചെയ്യുന്നത് കാറിലാണ്. ഫാമിലിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഇച്ചിരി വല്ലാണ്ട് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. കല്യാണം ഫുൾ ബിസി ഷെഡ്യൂൾ ആയിരുന്നു അല്ലേ? ഷോപ്പിംഗും കല്യാണം കഴിഞ്ഞപ്പോ ഫുൾ ട്രാവലിംഗ്. മക്കിയുടെ വീട്ടില് ഫാമിലി അടുത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഫുൾ ട്രാവൽ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഒരു മലേഷ്യ ട്രിപ്പ് ഉണ്ടായിരുന്നു, ഊട്ടി ട്രിപ്പ് ഉണ്ടായിരുന്നു, അല്ലേ? അതൊക്കെ വേറെ ഒരു, അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഈ വണ്ടിയിലുള്ളത് കട്ട് ചെയ്ത് മാറ്റിയത്. വണ്ടിയിലുള്ളത് വീഡിയോസ് ഒന്നും കാണിക്കാത്തത് കൂടുതലും അതാ. 1-2 വീഡിയോസ് മാത്രമേ ഈ വണ്ടിയിൽ നമ്മൾ ഫുൾ ടൈം ട്രാവൽ ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ പർച്ചേസിങ് ചെയ്യുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും ഫാമിലി മാരേജിൻ്റെ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നതും ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യുന്നതാണ്. മാരേജിന് നമ്മൾ ഒരു മാരേജ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഷോപ്പിംഗ് ആണ് മെയിൻ. ഷോപ്പിങ്ങിന് രാവിലെ ഇറങ്ങും, ആ ഡ്രസ്സ് മേടിക്കാൻ, അത് കിട്ടുമോ, പിന്നെ നമ്മുടെ ബഡ്ജറ്റിനുള്ള ഡ്രസ്സ് കിട്ടണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അത് തന്നെയാണ് നമ്മളും ചെയ്തത്, അല്ലേ? കായലാണോ ഇത്? ഇത് ഏത് സ്ഥലമാണ്? ഇത് ഏതോ ഒരു പാലം. കായലാണ്, കായൽ. ഏത് പാലം? ആലപ്പുഴ.
നമ്മളെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലേഷ്യൻ ട്രിപ്പ് സൂപ്പർ ആയിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് മലേഷ്യൻ ട്രിപ്പിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഊട്ടി ട്രിപ്പാണ്. ഊട്ടി മസനഗുഡി ആ റോഡ് ട്രിപ്പ് എനിക്ക് ഭയങ്കര ആ റോഡ് ട്രിപ്പ് സൂപ്പറാണ്. എല്ലാരും പറയും കേട്ടോ, ഈ മസനഗുഡി വഴിയുള്ള യാത്ര വല്ലാത്തൊരു ഫീലാണ്. പക്ഷെ അത് സത്യമാണ്. മസനഗുഡി വഴിയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ഫീൽ തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഊട്ടിയേക്കാളും എൻജോയ് ചെയ്തത് ആ റോഡ് ട്രിപ്പാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോഴും നമുക്ക് എന്തായാലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു അത് തന്നെ. നമ്മൾ ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോഴും എന്തായാലും നമുക്കൊരു സഫാരി നടത്തണം. ബണ്ടിപ്പൂർ സഫാരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറസ്റ്റ് സഫാരി നമ്മൾ നടത്തണം. അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. നമ്മളെ ഈ സൂവിൽ പോയി കൂട്ടിൻ്റെ അകത്ത് കിടക്കുന്ന ആനിമൽസിനെ കാണുന്നതിനേക്കാളും ലൈവായിട്ട് കാണുന്നത് ഭയങ്കര ഒരു ഫീലാണ് അല്ലേ? അതെ. ഞാൻ ഇങ്ങനെ കാണാൻ പറ്റുന്നൊന്നും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇത് നമ്മളെ ഫ്രണ്ടിൽ തന്നെ കുറെ ആനകളും, പിന്നെ ആന എനിക്ക് കാണാൻ പറ്റുന്നറിയില്ല, പക്ഷെ കാട്ടാനകൾ ഒരുപാട് നമ്മൾ കണ്ടു. പിന്നെ ബൈസൺ, കുരങ്ങന്മാർ, സിംഹവാല കുരങ്ങൻ, ഡിഫറെന്റ് കൈൻഡ് ഓഫ്, പിന്നെ മാൻ അല്ലേ? മാന്, പിന്നെ പന്നി, കാട്ടുപന്നി. ആകെ നമ്മള് മറ്റേ സിംഹം അവര് മാത്രം കണ്ടില്ല. പക്ഷെ അത് കാണാൻ ജസ്റ്റ് ടൈം മിസ്സായി നമ്മൾ. അതൊക്കെ വല്ലപ്പോഴും കൂടി കിട്ടുന്ന ഒരു ഇതാണ്, കടുവേനെ കാട്ടിൽ നിന്ന് തന്നെ കാണുന്നത്. പക്ഷെ ആനയാണ് ഏറ്റവും ഡേഞ്ചർ ആ റോട്ടിൽ. കാരണം അന്ന് നമ്മൾ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ഒരാളെ ആന ചവിട്ടിക്കൊന്നു. അതും ബൈക്കിൽ യാത്ര ചെയ്ത ആൾക്കാരല്ല. അപ്പൊ ആനയാണ് ഏറ്റവും ഡേഞ്ചർ. ആനയെ കണ്ടു കഴിഞ്ഞാൽ ആരും അടുത്തോട്ട് പോരുത്, ദൂരെ നിന്ന് നോക്കുക. കാരണം വെരി ഡേഞ്ചറാണ് സാധനം. ആന ഒരാളെ കൊല്ലാൻ ഓടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആന ഒന്ന് കൊല്ലും. അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ആനയിട്ട് ഓടിച്ചു കഴിഞ്ഞാല് ഓടി രക്ഷപ്പെടും. എന്നിട്ട് കുറച്ചു നേരം ഓടിയിട്ട് അങ്ങ് മാറിപ്പോവും. പക്ഷെ ഒരാളെ കൊല്ലണമെന്ന് നോക്കിയാൽ ആന അതിൻ്റെ ബാക്കിൽ നിന്ന് ഓടി തന്നെ വരും, കൂടെ തന്നെ വരും. സോ ആരെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസനഗുഡി ഊട്ടി അല്ല, തിരിച്ചു വരുമ്പോൾ. കാരണം നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഭയങ്കര കറക്കമാണ്. അപ്പോൾ അതിനേക്കാളും നമ്മൾ പോകുന്നത് ഊട്ടി ചെന്നിട്ട് റിട്ടേൺ വരുമ്പോൾ മസനഗുഡി, മുതുമല. പക്ഷെ അവര് അലോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇല്ല, അത് നമ്മൾ വരുമ്പോൾ തന്നെ മസനഗുഡി റൂട്ടിൽ വരുമ്പോൾ തന്നെ അവിടെ എക്സ്ട്രാ ഡ്രൈവേഴ്സ് ഇരിപ്പുണ്ട്. അവർക്ക് ഒരു 1000 രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് ആ ഹെയർ പിൻ താഴെ കൊണ്ടാക്കി തരും. എന്നിട്ട് അവരങ്ങ് പോകും. എന്നാൽ അതിന് ശേഷം നമുക്ക് വരാൻ പറ്റും. ഊട്ടിയിൽ വരുന്നവർ റിട്ടേൺ വരുന്നവർ ഊട്ടി, മസനഗുഡി, മുതുമലൈ, ഗൂഡല്ലൂർ, പിന്നെ നിലമ്പൂർ വഴി നിങ്ങൾക്ക് തിരിച്ച് ഇറങ്ങി വരാൻ പറ്റും. അപ്പോൾ അത് നോക്കിയാൽ നിലമ്പൂർ, തൃശ്ശൂർ, എറണാകുളം അങ്ങനെ വരാം. അപ്പോൾ അതാണ്. അല്ലെങ്കിൽ വയനാട് പോകുന്നവർക്ക് അതുവഴി വയനാട് പോവാം. പിന്നെ അല്ലെങ്കിൽ മലപ്പുറം പോകുന്നവർക്ക് അതുവഴി മലപ്പുറം പോവാം. പക്ഷേ മസനഗുഡി തിരിച്ചു വരുമ്പോൾ ഊട്ടി, മസനഗുഡി അത് മറക്കരുത്. അത് ആ റോഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അല്ലേ? അങ്ങനെ നമ്മൾ വരുന്നത് ഒരു കുദാമിലൂടെയാണ്. അതെ, പള്ളി പോലും കാണുന്നില്ല. ടൂറ് കഴിഞ്ഞപ്പോഴേക്കും ഹെൽത്ത് ഇഷ്യൂസ് ആയി. ഇന്നലെ രാത്രി വീണ്ടും ഹോസ്പിറ്റലിലോട്ട്. അതെ, ചുമ. അതെ, പനി വന്നു കഴിഞ്ഞാൽ ചുമ വരുന്നത് നിർബന്ധമാണ്. അങ്ങനെ സംഭാരം കുടിക്കാനായിട്ട് ആലപ്പുഴയുടെ പ്രകൃതി ഭംഗിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കി. ഞാനൊരു കുടം മോര് മേടിച്ചു. ഓക്കെ, എന്താ ഓർഡർ ചെയ്തേ? എന്താ? അപ്പോൾ നമ്മുടെ വെക്കേഷൻ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സൗദി വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.